ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. അടുത്ത അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ അവസരം നൽകും. അന്തിക്കാട് ആദർശ കൊലക്കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ദേശീയപാത പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്ക് കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനാക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അന്ത്യത്താഴ് സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ തിരുനാൾ ആചരിക്കും. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന വേർതിരിവില്ലാതെ പ്രവേശനം നൽകുമെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഭരണസമിതി അംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഐക്യകണ്ഠേനയാണ് യോഗം തീരുമാനമെടുത്തത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും. കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെയുള്ള സത്യഭാമ ജൂനിയറിന്റെ ജാതിലിംഗ അധിക്ഷേപ വിവാദത്തെ തുടർന്നാണ് നിർണായക തീരുമാനവുമായി കലാമണ്ഡലം മുന്നോട്ടു പോയത്. കഥകളിയിൽ വനിതാ പ്രവേശനം നേരത്തെ നടപ്പാക്കിയ കലാമണ്ഡലം മോഹിനിയാട്ട കളരിയിൽ വാതിൽ ആൺകുട്ടികൾക്കും തുറന്നിരുന്നില്ല. അന്തിക്കാട് ആദർശ കൊലക്കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികളായ നിജിൽ, ബ്രജിൽ, ഹിരത്ത്, ഷനിൽ, ഷിഹാബ്, ബ്രഷ്നോവ് എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ ജഡ്ജി KE സാലിഹ് കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഫെബ്രുവരിയിലാണ് കൊലപാതകം നടന്നത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. അന്തിക്കാട് അന്തോണിമുക്ക് എന്ന സ്ഥലത്ത് വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് പ്രതികൾ പ്രതികൾ ദീപക് വധക്കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. 5-ാം പ്രതി ഷിഹാബ് കാപ്പ നടപടികൾ നേരിടുന്ന ആളാണ്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ KB സുനിൽകുമാർ, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. മണത്തി പാലക്കാട് ദേശീയപാത പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ്, LMV വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് നിരക്ക്. മിനി ബസ്, ലൈറ്റ് ഗുഡ്സ് വാഹനം എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 170 രൂപയും ഇരുഭാഗത്തേക്ക് 255 രൂപയും, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 350 രൂപയും ഇരുഭാഗത്തേക്ക് 795 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് വർധന സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത അതോറിറ്റി വിജ്ഞാപനം ഇറക്കിയത്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പാർക്കിനുള്ളിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടി ഓടിച്ചിട്ട നിലയിലാണ്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഏഴാറ്റുമുഖം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കള്ളുഷാപ്പിൽ നിന്നും സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്നുമാണ് 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ M. ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ ശ്രീനാരായണപുരം ചാണശ്ശേരി വീട്ടിൽ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഷാപ്പ് ലൈസൻസി മുരിങ്ങൂർ സ്വദേശി പുത്തൻതറ വീട്ടിൽ ഷൈജുവിനെതിരെയും കേസെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ്, ബെന്നി, പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ്, സജികുമാർ, എൽദോ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോഷി, റിഹാസ്, സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നിം എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ തിരുനാൾ ആചരിക്കും. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. യേശു തന്റെ ശിഷ്യർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ശിഷ്യന്മാരുടെ കാൽക്കഴുകി ലോകത്തിനു മുന്നിൽ ക്രിസ്തു എളിമയുടെ സന്ദേശം നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ. വ്യാഴാഴ്ച നടക്കുന്ന ദേവാലയങ്ങളിലെ കാൽക്കഴുകൽ ശുശ്രൂഷ
പള്ളികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങളാണ് പുരോഹിതൻ കഴുകി തുടച്ചു ചുംബിക്കുക. വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ ചടങ്ങ് നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നാളെ രാവിലെ 6:30 നടക്കുന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 9 മുതൽ രാത്രി 7 വരെ ആരാധന, രാത്രി 7 പൊതു ആരാധന, 8 പെസഹ അപ്പം മുറിക്കൽ എന്നിവ നടക്കും. വ്യാകുല മാതാ ബസിലിക്കയിൽ രാവിലെ 6:30 നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മറ്റോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ വൈകിട്ട് 5:30 നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പോട്ട പമ്പാമ്പൂട്ട് മേഖലയിലെ ഹെക്ടർ കണക്കിന് പ്രദേശത്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലക്ഷ്യം വെച്ചുള്ള കാളാഞ്ചിറ കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. 15 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പടവുകൾ കെട്ടുന്ന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കമിട്ടത്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2ാം ഘട്ട നവീകരണം ഉണ്ടാകും. ലിഫ്റ്റ് ഇറിഗേഷൻ പ്രാവർത്തികമായാൽ ഇക്കാലത്തും വരൾച്ച നേരിടുന്ന പോട്ട ധന്യനഗർ മേഖലയിലേക്ക് സ്ഥിരമായി വെള്ളം എത്തിക്കാനാകും. ഇതോടൊപ്പം പോട്ട മേഖലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ കിണറുകൾക്കും അനുഗ്രഹമാകും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് 3 പൂ കൃഷി നടന്നിരുന്ന പാടശേഖരമാണ് കാളാഞ്ചിറ. നെൽകൃഷിയിലെ ഇമ്പം കുറഞ്ഞതോടെ ഭൂരിഭാഗം പാടങ്ങളും ചതുപ്പായി മാറി. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണലും കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കലും ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് വാർഡ് കൌൺസിലർ വത്സൻ ചെമ്പക്കര പറഞ്ഞു. തെക്കേ ചാലക്കുടി മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായി കണ്ണംകുളം നിറയ്ക്കുന്ന ജലസേചന വകുപ്പിന്റെ ദൌത്യം പുരോഗമിക്കുന്നു. ഒരാഴ്ചയെങ്കിലും കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ വെള്ളം വിട്ടാൽ മാത്രമേ കണ്ണംകുളത്തിലെത്തുകയുള്ളൂ. മോസ്കോ കമ്പൈൻഡ് കനാൽ വഴി തുറന്നുവിട്ട വെള്ളം കൂടപ്പുഴ കനാലിലെത്തിയിട്ടുണ്ട്. വെട്ടുകടവ് പ്രദേശത്തെ സ്ഥിരം നിറഞ്ഞുകിടക്കുന്ന ഭാഗത്തു നിന്നും ഇതുവരെയും വെള്ളം നീങ്ങിയിട്ടില്ല. വെള്ളം എത്തുന്ന മുറയ്ക്ക് ഇവിടത്തെ ചപ്പുചവറുകൾ നീക്കാനാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെയും വേനൽ മഴ ലഭിക്കാത്തതും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയതും ഇക്കുറി വെള്ളത്തിന്റെ ഒഴുക്കിന് സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും വേനൽ മഴ പെയ്ത ആശ്വാസകരമായിരുന്നു. നവീകരണത്തിന് ശേഷം 4 വർഷം മുൻപാണ് കണ്ണംകുളം നിറച്ചത്. വിയൂർ ഫയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 71 ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ സല്യൂട്ട് സ്വീകരിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ AS ജോഗി പരിശീലനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഗ്നിസുരക്ഷ, ഫയർ ഫൈറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, മൌണ്ടൻ റെസ്ക്യൂ, വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം, വിവിധ രാസ അപകടങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ N നൌഷാദ്, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ചേലക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. മൈനൂർക്കാവ്, തണൽ, ബാലാശ്രമം, തിരുവല്ലാമല, പഴയന്നൂർ, എളനാട് തുടങ്ങിയ മേഖലകളിലാണ് പര്യടനം നടത്തിയത്. വൈകിട്ട് ചെറുതുരുത്തിയിൽ റോഡ് ഷോയും ഉണ്ടാകും. മോദിയുടെ ഗ്യാരണ്ടിയിൽ ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ വികസനമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഇനി വരാൻ പോകുന്നത് മോദി യുഗം തന്നെയാണെന്നും ഡോക്ടർ സരസു പറഞ്ഞു. BJP മഹിളാ മോർച്ച നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങത്ത്, NA സാബു, വിപിൻ വടേരിയാട്ടിൽ, ഉദയൻ കളരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കാഞ്ഞിരക്കോട് മോസ്കോ, കൊട്ടിയാംകുന്ന് കോളനി, തൃക്കണ പതിയാരം, ചിറ്റണ്ട, എടകാട്, കോട്ടപ്പുറം, നെല്ലുവായി എന്നിവിടങ്ങളാണ് സ്വീകരണം നൽകിയത്. LDF നേതാക്കളായ MS സിദ്ധൻ, PT ദേവസി, KV ശങ്കരനാരായണൻ, M നഥീഷ്, TK മനോജ് കുമാർ, TK ശിവൻ, NB ബിജു, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് നേതൃത്വം നൽകി. AC മൊയ്തീൻ MLA, MN സത്യൻ, KM അഷ്റഫ്, S ബസന്തലാൽ, ജലീലാദൂർ, സെയ്ദ് ഷബീൽ, ഹൈദ്രുസി തങ്ങൾ, TP ജോസഫ്, KD ബാഹുലയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നെല്ലുവായിലെ സ്വീകരണത്തിൽ മാതൃകാ കർഷകൻ കൂടിയായ K രാധാകൃഷ്ണന് ആർട്ടിസ്റ്റ് സുധാകരൻ നെല്ലുവായി മരത്തിൽ നിർമ്മിച്ച കർഷകന്റെ ശില്പം സമ്മാനിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ 2ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. ചാത്തൻ മാസ്റ്റർ സ്മാരകം, ഇന്നസെന്റിന്റെ വസതി, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ചു. NDA പ്രാദേശിക നേതാക്കളായ സന്തോഷ് ചിറാക്കുളം, കൃപേഷ് ചെമ്മണ്ട, ജയചന്ദ്രൻ, ഷൈജു കുറ്റിക്കാട്ട്, മാലിനി പ്രേംകുമാർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു.
തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന സി വിജിൽ ആപ്പ് വഴി ഇതുവരെ ലഭിച്ചത് 1914 പരാതികൾ. ഇതിൽ 1906 പരാതികൾ പരിഹരിച്ചു. പൊതുയിടങ്ങളിൽ പോസ്റ്ററുകൾ, ബാനറുകൾ തുടങ്ങിയ പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തിയത് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോൺഫറൻസ് റൂമിനോട് ചേർന്നാണ് സി വിജിൽ ആപ്പ് നിരീക്ഷണത്തിന് 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സി വിജിൽ ആപ്ലിക്കേഷൻ മുഖേന ഫോട്ടോ, വീഡിയോ എടുത്ത് 5 മിനിറ്റിനകം അപ്ലോഡ് ചെയ്ത് പരാതി നൽകാം. ഇന്ന് ലോക നാടക ദിനം. തൃശൂരിന്റെ നാടക ലോകത്തെ അടയാളപ്പെടുത്തുന്ന 2 പേരുകളാണ് രംഗചേതനയും KV ഗണേശും. ഈ 2 പേരുകളുടെയും ഇഴയെടുപ്പം കൂടി ചേരുന്നതാണ് സാംസ്കാരിക നഗരിയുടെ നാടകലോകം. നാടകം ജീവനും ജീവിതവുമാക്കിയ കലാകാരൻ, അരങ്ങിലും അണിയറയിലുമായി 49 സംവത്സരങ്ങൾ. രചനയിൽ തുടങ്ങി സംവിധായകനും അഭിനേതാവും. എന്തിന് ശബ്ദം, വെളിച്ചം, രംഗാവിഷ്കാരം, മേക്കപ്പ് ഇങ്ങനെ നീളുന്നു ഗണേഷ് എന്ന കലാകാരന്റെ വേഷപ്പകർച്ചകൾ. 8ാം വയസ്സിൽ കയറിയ അരങ്ങിൽ തന്നെയാണ് ഇന്നും ജീവിതം. ആരെയും മടുപ്പിക്കാതെയും മടുപ്പില്ലാതെയും മാറ്റത്തെ അറിഞ്ഞും അതിജീവിച്ചും നാടകമെന്ന ആവേശത്തിൽ തന്നെ. നാടകം വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ആ നാടകത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ആ മാറ്റത്തിനൊപ്പം എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് അത് നിരന്തരം നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ആവേശകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് തിരിച്ച് സമ്മാനിക്കുന്നത്. തൻ്റെ നാടകം തന്നെയാണ് തൻ്റെ രാഷ്ട്രീയമെന്ന് തറപ്പിച്ച് പറയുക മാത്രമല്ല, സൃഷ്ടികളിലൂടെ അതിന് അടിവരയിടുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പോലെയുള്ള പ്രതിഷേധ നാടകങ്ങൾ രംഗത്തെത്തുന്നത്. മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നാടകവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ നാടകങ്ങളും രാഷ്ട്രീയം സംസാരിക്കുന്ന നാടകങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ എന്ന് പറയുന്നൊരു വാക്ക് നിരോധിക്കുക, ആ വാക്കിൽ ഉള്ളൊരു നാടകം കളിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രതിഷേധിക്കേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ആപത്തുണ്ട് എന്നുള്ളത് വിളിച്ചു പറയാൻ എല്ലാ കാലത്തും ബാധ്യതപ്പെട്ടവരാണ് നാടകക്കാർ. ആ പ്രയത്നം അല്ലെങ്കിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. കോവിഡ് കാലത്ത് വീടിനകം അരങ്ങാക്കി മാറ്റിയ അദ്ദേഹത്തിന് നാടകം കുടുംബക്കാര്യം കൂടിയാണ്. മക്കളായ അപ്പുവും അച്ചുവും അഭിനേതാക്കൾ. സദാ ഒപ്പമുള്ള സഹധർമ്മിണി വിനി ഈ നാടക ദിനത്തിൽ ഗണേഷ് മാഷ് രൂപകൽപ്പനയും സംവിധാനവും നിർവഹിച്ച മാറ്റുദേശത്തിലൂടെ അണിയറയിൽ നിന്നും അരങ്ങിലും ഒരു നാടകത്തിന്റെ തുടക്കം തൊട്ട് നിൽക്കുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ അത് സൺഡേ തിയേറ്ററിൽ ചേർന്നുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിന്നതാണ്. തുടക്കത്തിൽ ഇങ്ങനെ ഇവരെ കൂടെ ഇങ്ങനെ സഹായിയായിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ കോറസ് ആയിട്ട് ഇങ്ങനെ കയറി. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടില്ലേ. അപ്പോൾ ഒരു ചാർജിങ്, സെൽഫ് ചാർജിങ്. തൃശ്ശൂരിന്റെ സ്വന്തം നാടക സംഘമായ രംഗചേതനയുമായുള്ള 35 വർഷം നീണ്ട ബന്ധമാണ് ഗണേഷ് എന്ന സജീവ നാടകക്കാരനെ പരിവപ്പെടുത്തിയത്. നിലവിൽ രംഗചേതനയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ഗണേഷ് മാഷിലൂടെ സംഘം നടത്തുന്ന പ്രതിവാര നാടകാവതരണവും നാടകക്കളരിയും 672 ആഴ്ചകളായി മുടങ്ങാതെ തുടരുകയുമാണ്. ഇതിലൂടെ സാംസ്കാരിക നഗരിയുടെ നാടക സമ്പത്തിന് മുതൽക്കൂട്ടായി മാറുകയാണ് രംഗചേതനയും ഗണേഷ് മാഷും. TCV തൃശൂർ. അമേച്ചർ നാടകങ്ങളുടെയും പ്രൊഫഷണൽ നാടകങ്ങളുടെയും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ പ്രഭാകരൻ കോടാലി അഭിനയ ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുകയാണ്. അമേച്ചർ നാടകത്തിലൂടെ 18ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ പ്രഭാകരൻ 69ാം വയസ്സിലും വേദികളിൽ നിറഞ്ഞാടുകയാണ്. കൊടകര പുതുക്കാട് മേഖലയിൽ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഒരേയൊരു കലാകാരൻ കൂടിയാണ് ഈ കോടാലിക്കാരൻ. 3000-ലേറെ വേദികൾ പിന്നിട്ട് പ്രഭാകരന്റെ നാടക ജീവിതം തുടരുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് വീടിന് സമീപത്തെ മുരുക്കുങ്ങൽ ഉദയ ക്ലബിന്റെ നാടകത്തിലൂടെ ആദ്യമായി അരങ്ങത്തെത്തിയത്. കന്നി അഭിനയത്തിലൂടെ മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് കരസ്ഥമാക്കി. തുടർന്ന് 10 വർഷത്തോളം അമേച്വർ നാടകരംഗത്ത് സജീവമായി തുടർന്നു. 60-ലേറെ നാടകങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ചു. 28ാം വയസ്സിൽ അഭിനയ ജീവിതത്തിന് ഇടവേള കൊടുത്ത് പ്രവാസിയായി. സൗദിയിലും തുടർന്ന് ദുബായിലുമായി നീണ്ട 18 വർഷങ്ങൾ ജോലി ചെയ്തു.
പ്രവാസ ജീവിതത്തിനിടെ ഗൾഫ് റേഡിയോകൾക്ക് വേണ്ടി സ്കിറ്റുകൾ എഴുതി. നിരവധി ചെറുകഥകളും മലയാള ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ശവംനാറിപ്പൂക്കളുടെ കാവൽക്കാരൻ എന്ന നാടകം എഴുതി സംവിധാനം ചെയ്തു. ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കളുമായി ചേർന്ന് 6ഓളം വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചു. 2002 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായത്. പക്ഷെ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഏക വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. എന്തായാലും 50 വർഷത്തെ നാടക ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് പൂക്കാട് കലാലയത്തിന്റെ 35ാമത് നാടകമായ എന്തൊരോ മഹാനുഭാവനുവിൽ പ്രഭാകരൻ അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇ.കെ. നായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കി പിരപ്പൻകോട് മുരളി ഒരുക്കിയ ജനനായകൻ എന്ന നാടകത്തിൽ അഭിനയിക്കാനായത് ഭാഗ്യമായി ഈ കലാകാരൻ കരുതുന്നു. വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള വലിയൊരു പ്രേക്ഷക സദസ്സിന് മുന്നിൽ ഈ നാടകം അഭിനയിച്ചതും കല്യാശ്ശേരിയിൽ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ നായനാരുടെ സഹധർമ്മിണി ശാരദ ടീച്ചർ അഭിനന്ദിച്ചതും മറക്കാനാവാത്ത അനുഭവമാണ്. 50 വർഷത്തെ അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും സംതൃപ്തിയുമാണുള്ളതെന്ന് പ്രഭാകരൻ കോടാലി പറയുന്നു. ഒരിക്കലും ഒരു നാടകക്കാരൻ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചില നിയമങ്ങളുടെ ഊരാക്കുടുക്കിലാണ്. 10 മണിക്ക് ശേഷം സ്റ്റേജുകളിൽ, അമ്പല സ്റ്റേജുകളിലോ പള്ളി നാടകങ്ങളിലോ നാടകങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം നിലവിൽ വന്നുകൊണ്ട് ഇന്ന് കലാകാരന്മാരെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. രാത്രി വൈകി നാടകം അവതരിപ്പിക്കുന്നതിന് നിലവിലുള്ള നിയമതടസ്സം നാടകകലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വിലങ്ങുതടിയാകുന്നതായി പ്രഭാകരൻ പറഞ്ഞു. ഈ നിയമതടസ്സം നീക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന അഭ്യർത്ഥനയും ഈ കലാകാരൻ അധികാരികളുടെ മുന്നിൽ വയ്ക്കുന്നു. നമ്മളെല്ലാം ആദരവോടെ നോക്കിക്കണ്ടിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന സഖാവ് ഇ.കെ. നായനാരുടെ ജീവിതകഥയെ ആസ്പദമാക്കി പിരപ്പൻകോട് മുരളി സാറ് രചന സംവിധാനം ചെയ്ത ജനനായകൻ എന്ന നാടകത്തിൽ നല്ലൊരു വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നാടകക്കാരൻ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കൂടുതൽ കിട്ടിയത് നായനാരുടെ വീട്ടിൽ ചെന്ന് നായനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറോട് ചായ വാങ്ങിച്ചു കുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില അനുഭവമാണ്. അഭിനയ ജീവിതത്തിന്റെ 50ാം വർഷം ആഘോഷിച്ച വേളയിൽ വെള്ളിക്കുളങ്ങരയിലെ സേവ് സംഘടന ഈ കലാകാരനെ കോടാലി കുട്ടിയമ്പലം റോഡിലുള്ള വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ലളിതയാണ് ഭാര്യ. ആശ, അഭിലാഷ്, അനൂപ് എന്നിവർ മക്കളാണ്. നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ കലാകാരൻ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം നാടകരംഗത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV. ആഴമുള്ള ചിരിയുടെ വസന്തങ്ങൾ തീർക്കുകയും ജന്മനാടിനെ മലയാളിക്ക് മുന്നിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ഇന്നസെന്റിന് 1ാം ജന്മദിനത്തിൽ അനുസ്മരിച്ച് കലാസാംസ്കാരിക പ്രവർത്തകർ. ഇന്നസെന്റിന്റെ പത്നി ആലിസ് ഭദ്രദീപം തെളിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഗുരുവും സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു തനിക്ക് ഇന്നസെന്റ് എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. പേരിനൊപ്പം ഇരിങ്ങാലക്കുടയില്ലെങ്കിലും സ്വന്തം ദേശത്തെ ഇത്രമാത്രം അടയാളപ്പെടുത്തിയ നടൻ വേറെയില്ലെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. ആത്മപരിഹാസത്തിന്റെ കഥകളാണ് ഇന്നസെന്റിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് 40 വർഷക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ പറഞ്ഞു. ഹാസ്യത്തിനും ചിരിക്കും സവിശേഷമായ നിർവചനം നൽകിയ വ്യക്തിയായിരുന്നു ഇന്നസെന്റ് എന്ന് എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ പറഞ്ഞു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, CBK തോമസ്, ഇടവേള ബാബു, സിജി പ്രദീപ്, പ്രേംലാൽ, ഗായത്രി വർഷ എന്നിവരും സംസാരിച്ചു. പോലീസിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തോയ്ക്കാവ് സ്വദേശി കൈപ്പിങ്ങൽ വീട്ടിൽ മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി കരുവന്തല ബ്ലൂസെറിൻ റിസോർട്ടിനോട് ചേർന്നുള്ള ബാറിന് മുന്നിൽ ബഹളം നടക്കുന്ന വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിലെ SI സജീവന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പാവറട്ടി SHO R രഞ്ജിത്ത്, SI D വൈശാഖൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുത്തൻപീടിക സെന്ററിന് സമീപം 2 കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാരായി 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി പുത്തൻപീടിക സൂപ്പർ മാർക്കറ്റിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീതി കുറഞ്ഞതും ഇരുവശത്തും കാനകളുള്ളതുമായ റോഡിൽ കാറുകൾ അമിത വേഗത്തിൽ വന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തുമ്പൂർമുടി നമ്പ്യാർപാടി കുറ്റിച്ചിറ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പുരോഗമിക്കുന്നു. 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 3.86 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം.
ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇത്തരം മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യ ഗ്രാമീണ റോഡാണ് ഇതെന്ന് പ്രവർത്തനം വിലയിരുത്താനെത്തിയ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ തടസ്സം നേരിട്ടതോടെയാണ് റോഡ് നിർമ്മാണം വൈകിയത്. മരങ്ങളോട് ചേർന്ന വശങ്ങൾ ചായൽ വിരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ അനുമതി ലഭിച്ചതോടെ നിർമ്മാണം വേഗത്തിലായി 10 ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് MLA അറിയിച്ചു. പൌരത്വ ഭേദഗതി നിയമം തള്ളിക്കളയണമെന്ന് KSTA പ്രതിഷേധ സദസ്സ് ആവശ്യപ്പെട്ടു. KSTA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പ്രതിഷേധ സദസ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN നസീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി അധ്യക്ഷത വഹിച്ചു. P രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി K പ്രമോദ്, ജോയിന്റ് സെക്രട്ടറി TS സജീവൻ, ട്രഷറർ ബിനോയ് T മോഹൻ, ഉപജില്ലാ സെക്രട്ടറി PC സിംല എന്നിവർ സംസാരിച്ചു. ആ രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വളരെ ബോധം. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഗ്രാഫിക് ആൻഡ് ആനിമേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ് സഹയോഗ് എന്ന പേരിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോളൂക്കൻ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ MG റാണി, ഡോക്ടർ ജോയ് എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന വിഷയത്തിൽ കലാചാര്യ സിജിയും, അനിമേറ്റിംഗ് ബ്രാൻഡ് സക്സസ് എന്ന വിഷയത്തിൽ ഫേവർ ഫ്രാൻസിസും ക്ലാസ് നയിച്ചു. പറവകൾക്കായുള്ള പാനസ്നാന പാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ CA വിജി നിർവഹിച്ചു. ജിജി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ PJ സ്റ്റൈജു, രമ്യ രാജു, PTA പ്രസിഡന്റ് അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെയും കൊച്ചിയിലെയും സ്വകാര്യ ആശുപത്രികൾ നടത്തിയ ചികിത്സയിൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി പരാതി. പൂങ്ങനം സ്വദേശിനിയായ K സുശീലയാണ് പരാതിക്കാരി. ഉപയോഗിച്ച കണ്ണടയുടെ പവർ പരിശോധിക്കാൻ പോയ തന്നെ പിന്നീട് പല പരിശോധനകൾക്കും മറ്റും വിധേയമാക്കുകയും ചികിത്സയുടെ ഭാഗമായി 2 കണ്ണിലും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ഇതോടെ ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വലത് കണ്ണിന്റെ കാഴ്ച കുറയുന്നതുമായാണ് പരാതി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിനും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും സുശീല പറയുന്നു. വിഷയത്തിൽ തനിക്ക് നീതി ലഭിക്കും വരെ നിയമ സമര പോരാട്ടം തുടരുമെന്നും അവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി ക്ഷേമ സമിതി ചേലക്കര മണ്ഡലം കൺവെൻഷൻ PK സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തറ മധു ഉദ്ഘാടനം ചെയ്തു. PKS ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി C ഗോപദാസ് അധ്യക്ഷത വഹിച്ചു. PKS തൃശൂർ ജില്ലാ സെക്രട്ടറി KV രാജേഷ്, CPM ചേലക്കര മണ്ഡലം സെക്രട്ടറി KK മുരളീധരൻ, CPM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. MRC ചിറ്റാട്ടുകരയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല സൗജന്യ ഫുട്ബോൾ ക്യാമ്പ് ഏപ്രിൽ 1 മുതൽ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. രാവിലെ 8 മുതൽ 9:30 വരെയാണ് 12 വയസ്സിന് താഴെയുള്ളവർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പ്രവേശനം. ഏപ്രിൽ 6 മുതൽ അഖില കേരള 7 ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും ഉപവാസ സമരവും നടത്തി. കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ലൻസ്ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ റിട്ടയർഡ് ജില്ലാ ടൗൺ പ്ലാനർ VA ഗോപി ഉദ്ഘാടനം ചെയ്തു. ലൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TC നിമൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ്, സംസ്ഥാന സെന്റർ സമിതി അംഗങ്ങളായ AO ബേബി, KK വത്സലൻ, ജില്ലാ ട്രഷറർ പോൾ ജോർജ്, ധർണ കൺവീനർ TC ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെന്റർ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്. ബോബി ജോസിന്റെ രണ്ടാമത്തെ കൃതിയായ അവൻ അവൾ നമ്മൾ ചില ലിംഗവിചാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ K സച്ചിദാനന്ദൻ പുസ്തകം പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരിയുടെ അമ്മ ലില്ലി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. കുടുംബത്തിലും സമൂഹത്തിലും ആവശ്യം വേണ്ടതായ ലിംഗസമത്വ, ലിംഗനീതി പാഠങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം കൃതികൾ വളരെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ കവി ലോപാമുദ്ര, രചയിതാവ് ബോബി ജോസ് എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വെള്ളി ശനി ദിവസങ്ങളായി തൃശൂരിൽ നടക്കും. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ആദ്യ ദിനം പുരുഷന്മാരുടെയും രണ്ടാം ദിനത്തിൽ വനിതാ വിഭാഗം മത്സരങ്ങളും അരങ്ങേറും. അന്തർദേശീയ താരങ്ങളടക്കം 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി കൺവീനർ KR സാംബശിവൻ, കോർഡിനേറ്റർ TT ജെയിംസ്, ഭാരവാഹികളായി ചിത്ര ചന്ദ്രമോഹൻ, PA ജോസ്, ഹാർബിൻ C ലോനപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജപ്തി വിരുദ്ധ ജനകീയ സമിതി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ ശനിയാഴ്ച നടക്കും. ജപ്തി നടപടികൾ നിർത്തിവെക്കുക, സർഫാസി നിയമം റദ്ദ് ചെയ്യുക, ഡെബിറ്റ് റിക്കവറി ട്രിബ്യൂണലുകൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമിതി പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കവിയും ആക്ടിവിസ്റ്റുമായ ബൽക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജാഥ സമാപിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സമിതി കൺവീനർ MA ലക്ഷ്മണൻ, ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി നീതു അനിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S കുമാർ, അന്തിക്കാട്, VK ഷാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്ദ്രാപിനി ചിറക്കൽ മഹല് മജ്ലിസ് സുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റി റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. മജ്ലിസ് സുന്നൂർ കമ്മിറ്റി കോർഡിനേറ്റർ PK മുസാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സിറാജ് വലിയകത്ത്, വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെയ് ദിന റാലി ശക്തി പ്രകടനമാക്കാൻ തീരുമാനിച്ച ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ റിട്ടയർമെന്റ് ഘട്ടത്തിലെ ബോർഡ് വിഹിതം മുടങ്ങിയ നിലയിലാണ്. നിയമ ഭേദഗതി അടക്കം നടപ്പിലാക്കിയിട്ടും തങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിൽ നിന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നവകേരള സദസ്സിലടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ ഘട്ടത്തിലാണ് സമരപ്രക്ഷോഭങ്ങളിലേക്ക് സംഘടന നീങ്ങാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടം എന്ന നിലയിൽ തൊഴിലാളി ദിനമായ മെയ് 1 തൃശൂരിൽ ശക്തി പ്രകടനവും തുടർന്ന് സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ്, ട്രഷറർ PM പുഷ്പകുമാരി, വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇഫ്താർ സംഗമവും നടത്തി. AKCA സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, സംസ്ഥാന സെക്രട്ടറി KK കബീർ, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു. മതിലകം മഹല് ഖത്തീബ് അബ്ദുൽ സലാം ഫൈസി റംസാൻ സന്ദേശം നൽകി. തൃശൂരിലെ ചിത്രകലാ സ്റ്റുഡിയോ പലവകയുടെ 9ാം വാർഷികാഘോഷം ചായപ്പെട്ടി എന്ന പേരിൽ ഏപ്രിൽ 7 വിവിധ പരിപാടികളോടെ നടക്കും. വാർഷികാഘോഷം ആർട്ടിസ്റ്റ് KK ശശി ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പലവകയിലെ അംഗങ്ങളായ കുട്ടികൾ 1 വർഷം കൊണ്ട് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ചിത്രകലാ ക്യാമ്പും നടക്കും. പലവക സംരംഭകയായ ചിത്രകാരി നിരഞ്ജന വരച്ച സഹോദരനും ചെറുകഥാകൃത്തുമായ നന്ദകിഷോറിന്റെ രചനയുടെ ചിത്രാവിഷ്കാര പ്രദർശനവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. നിരഞ്ജന, പലവക, നന്ദകിഷോർ, കുട്ടി ചിത്രകലാ പ്രതിഭകളായ ആയുർധ, ഋതുന, പാർത്ഥസാരഥി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VP ലിസൺ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് TT ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PCCG, ICDS സൂപ്പർവൈസർ CS ബിജിമോൾ, AK രാജൻ, OS മാധവൻ, OP ജോണി, സീതാകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. താൻ ജീവിച്ച ചുറ്റുവട്ടം സ്വന്തം പേരിൽ അറിയപ്പെടുന്നതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ചുങ്കാൽ പോൾസൻപടി സ്വദേശി പോൾസൻ ചൊവ്വാഴ്ച ഓർമ്മയായത്. നാട്ടുകാർ സ്നേഹപൂർവ്വം പോൾസേട്ടൻ എന്ന് വിളിച്ചിരുന്ന ചുങ്കാൽ പൊയ്യക്കാരൻ വീട്ടിൽ പോൾസൻ ഇരിങ്ങാലക്കുട വെള്ളിക്കുളങ്ങര റൂട്ടിൽ ദീർഘകാലം സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്നു. കൊടകര കോടാലി റൂട്ടിലെ ചുങ്കാലിലുള്ള പോൾസന്റെ വീടിന് മുന്നിലെ ബസ് സ്റ്റോപ്പ് പോൾസൻപടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഏതാണ്ട് 40 വർഷം മുൻപാണ്. പിന്നീട് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പോൾസൻപടി ബസ് സ്റ്റോപ്പ് എന്നെഴുതിയ കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. പോൾസൻ ഓർമ്മയായെങ്കിലും ചുങ്കാൽ പോൾസൻപടിയും ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉള്ളിടത്തോളം പോൾസനെ നാട്ടുകാർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെയും പൗരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തി. കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഭക്ഷണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ, ഫാദർ ജോർജ് ചെറുവത്തൂർ, ചാരിറ്റി കൺവീനർ PC മാർട്ടിൻ, CA തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു.
20 ഫാർമേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ ചെട്ടിച്ചാലിൽ കൃഷി ചെയ്ത കണിവെള്ളരി വിളവെടുത്തു. 20 ഫാർമേഴ്സ് ചെയർമാൻ ടി പി ബൈജു, മറ്റത്തൂർ കൃഷി ഓഫീസർ എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ അസിസ്റ്റന്റ് മാനേജർ കെ യു ബബിത, മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സി വി ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. അടുത്ത അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ അവസരം നൽകും. അന്തിക്കാട് ആദർശ് കൊലക്കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനാക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്ന് 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അന്ത്യത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ തിരുനാൾ ആചരിക്കും. ദേവാലയങ്ങളിൽ കൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.